നമുക്ക് നോക്കുമ്പോൾ ആൻഡ് ഇപ്പോൾ കുറച്ചൊരു മഴ കുറവായി. പക്ഷേ ബാക്കി ലാസ്റ്റ് 2 ഡേയ്സിലെ മഴ വളരെ ശക്തമായിട്ട് മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പബ്ലിക് സേഫ്റ്റി അനുസരിച്ച് നമുക്ക് അതിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വേറെ റീസൺ ഉണ്ട്. ഓൺലി ത്രെഡ് ആണ്. കാരണം ചില സമയത്ത് നമുക്ക് 26 രാത്രി ഈ പ്രശ്നം ഉണ്ടായി. 27 മോർണിംഗ് നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആക്കി സ്റ്റാർട്ടായി. ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് നമുക്ക് ക്ലിയർ ആയി. 28 രാവിലെ പിന്നെയും അതിലെ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അതുകൊണ്ട് നമുക്ക് ഒരു റിസ്ക് ഉണ്ട്. അതിനു വേണ്ടി നമുക്ക് നിർത്തി വെച്ചു. മഴ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണം. മഴ സമയത്ത് നമുക്കൊരു റിസ്ക് കൂടുതലുണ്ട്. ഇപ്പോൾ മഴ കുറവായി. അതുകൊണ്ട് ട്രാഫിക് നമുക്ക് ഇന്നലെ രാത്രി അലൗ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ട്രാഫിക്കാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്നത്. റൂട്ടീനായിട്ട് പോകണം, വണ്ടി നമ്മൾ പോകണം. പിന്നെ പരിശോധന ഓൾറെഡി ഇന്നലെ സോയിൽ സർവേ, ജിയോളജിയും എല്ലാം പരിശോധന ചെയ്തിട്ടുണ്ട്. ചില ടെസ്റ്റിംഗ് നമുക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടാവും കംപ്ലീറ്റ് ഹെൽത്തിന് വേണ്ടി. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് ഇന്നലെ എഞ്ചിനീയർമാരും നോക്കി, ജിയോളജി നോക്കി വളരെ നന്നായിട്ട് അവർ പരിശോധന ചെയ്തിട്ട് നമുക്കൊരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. PWD, NH, ജിയോളജി, സോയിൽ കൺസർവേഷൻ, നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ, DM, വയനാട് എൻ്റെ ടീം എല്ലാവരും ഒരു ഡീറ്റെയിൽ ആയിട്ട് പരിശോധന ചെയ്ത ശേഷം നമുക്ക് ഇപ്പോൾ ഈ സൊല്യൂഷൻ ആക്കി. ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസിൻ്റെ ഓഫ്കോഴ്സ് വർക്ക് ഒരുപാടുണ്ടായിരുന്നു. 26 രാത്രി 27 ഫുൾ ടൈം അവർ ഫയർ റെസ്ക്യൂ ഈ വർക്ക് ക്ലിയറിങ്ങിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പോലീസിൻ്റെ സഹായം ഫയർ റെസ്ക്യൂവിലെ വർക്കും വളരെ ഒരു നന്നായിട്ടായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഈ വിഷയം.